ലെജിബിൾ. ലെജിബിൾ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ, വ്യക്തതയോടെ എഴുതിയ അല്ലെങ്കിൽ പ്രയാസമില്ലാതെ വായിക്കാവുന്ന, ഇതൊക്കെയാണ് അർത്ഥം. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ലെജിബിൾ. യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ലെജിബിൾ. നിന്റെ കൈയക്ഷരം വ്യക്തതയുള്ളതല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹെർ ഹാൻഡ് റൈറ്റിംഗ് വാസ് നീറ്റ് ആൻഡ് ലെജിബിൾ. ഹെർ ഹാൻഡ് റൈറ്റിംഗ് വാസ് നീറ്റ് ആൻഡ് ലെജിബിൾ. അവളുടെ കൈയക്ഷരം വൃത്തിയുള്ളതും വ്യക്തവുമായിരുന്നു. ഡിസ്പൈസ്. ഡിസ്പൈസ് എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക, വെറുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ക്യാൻ നെവർ എവർ ഫോർഗീവ് ഹിം. ഐ ഡിസ്പൈസ് ഹിം. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ഐ ക്യാൻ നെവർ എവർ ഫോർഗീവ് ഹിം. എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഐ ഡിസ്പൈസ് ഹിം. ഞാൻ അവനെ വെറുക്കുന്നു. റെസ്യൂം. റെസ്യൂം എന്ന് പറഞ്ഞാൽ പുനരാരംഭിക്കുക, വീണ്ടും തുടങ്ങുക, വീണ്ടും ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ റെസ്യൂം മൈ വർക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. ഐ റെസ്യൂം മൈ വർക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ജോലി പുനരാരംഭിക്കും. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് കയ്യിൽ കരുതുന്ന ഒരു കാര്യമുണ്ട്, റെസ്യൂമേ. ഇവിടെ പ്രൊനൗൺസിയേഷന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സ്പെല്ലിംഗ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. റെസ്യൂമേ. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലീസ് സെൻഡ് യുവർ റെസ്യൂമേ ടു ദ HR ഡിപ്പാർട്ട്മെന്റ്. ദയവായി നിങ്ങളുടെ റെസ്യൂമേ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക. അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, സ്വീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. He accepted my advice in this matter. He accepted my advice in this matter. ഇക്കാര്യത്തിൽ അവൻ എൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇതുപോലെ തന്നെ തോന്നുന്ന വേറൊരു വാക്കാണ് എക്സെപ്റ്റ്. ഇതിന്റെ അർത്ഥം ഒഴികെന്നാണ്. വി വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഞങ്ങൾ ജോലി ചെയ്യുന്നു. ബിസൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ. He was sitting beside me. He was sitting beside me. അവൻ എൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ബിസൈഡ്സ്. ഇവിടെ ബിസൈഡിന്റെ കൂടെ ഒരു എസ്സും കൂടെ ഉണ്ട്. ഇതിന്റെ അർത്ഥം കൂടാതെ എന്നാണ്. ബിസൈഡ്സ് കൂടാതെ. ബിസൈഡ്സ് മിൽക്ക് ആൻഡ് ബട്ടർ വി നീഡ് സം വെജിറ്റബിൾസ്. പാലും വെണ്ണയും കൂടാതെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ പച്ചക്കറികൾ വേണം. പ്രിറ്റൻഡ്. നടിക്കുക, ഭാവിക്കുക, അഭിനയിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഡോണ്ട് പ്രിറ്റൻഡ് യു ഡോണ്ട് നോ. നിനക്കറിയില്ലെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലെന്ന് നടിക്കരുത്. പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാവുന്ന എന്നാണ് അർത്ഥം. ഐ ഹാവ് എ പോർട്ടബിൾ വാഷിംഗ് മെഷീൻ. ഐ ഹാവ് എ പോർട്ടബിൾ വാഷിംഗ് മെഷീൻ. എനിക്ക് പോർട്ടബിൾ ആയ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതുപോലെ തന്നെ തോന്നുന്ന ഒരു വാക്കാണ് പോർട്ടബിൾ. ഇവിടെ ആറില്ല, പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാനയോഗ്യമായ, ഇതൊക്കെയാണ് അർത്ഥം. പോണ്ട് വാട്ടർ ഈസ് നോട്ട് പോർട്ടബിൾ. പോണ്ട് വാട്ടർ ഈസ് നോട്ട് പോർട്ടബിൾ. കുളത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. കുളത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയതല്ല. സംഹൗ. എങ്ങനെയെങ്കിലും, ഇതാണ് ഇതിന്റെ അർത്ഥം. വി മസ്റ്റ് സ്റ്റോപ്പ് ഹിം ഫ്രം സീയിങ് ഹർ സംഹൗ. എങ്ങനെയെങ്കിലും അവളെ കാണുന്നതിൽ നിന്ന് അവനെ തടയണം. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോണ്ട് വറി വിൽ ഗെറ്റ് ദ മണി ബാക്ക് സംഹൗ. ഡോണ്ട് വറി വിൽ ഗെറ്റ് ദ മണി ബാക്ക് സംഹൗ. ഡോണ്ട് വറി, വിഷമിക്കേണ്ട. വിൽ ഗെറ്റ് ദ മണി ബാക്ക് സംഹൗ. എങ്ങനെയെങ്കിലും നമുക്ക് പണം തിരികെ കിട്ടും. എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക, വിപുലീകരിക്കുക, വിസ്തൃതമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. വി ഹാവ് പ്ലാൻസ് ടു എക്സ്പാൻഡ് അവർ കമ്പനി. വി ഹാവ് പ്ലാൻസ് ടു എക്സ്പാൻഡ് അവർ കമ്പനി. ഞങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് പ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ പദ്ധതികളുണ്ട്. മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. മെറ്റൽസ് എക്സ്പാൻഡ് വെൻ ദേ ആർ ഹീറ്റഡ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ. ചൂടാക്കുമ്പോൾ ലോഹങ്ങൾ വികസിക്കുന്നു. ഇതുപോലെ തന്നെ തോന്നുന്ന വേറൊരു വാക്കാണ് എക്സ്പെൻഡ്. ഇവിടെ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആണ് ഇവിടെ ഉള്ളത്. എക്സ്പെൻഡ്. ഇതിന്റെ അർത്ഥം ചെലവഴിക്കുക, വിനിയോഗിക്കുക എന്നൊക്കെയാണ്. ഡോണ്ട് എക്സ്പെൻഡ് ഓൾ യുവർ ടൈം ഓൺ സച്ച് എ യൂസ്ലെസ് ജോബ്.
അത്തരം യൂസ്ലെസ് ആയ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ജോലിയിൽ നിങ്ങളുടെ മുഴുവൻ സമയവും ചെലവഴിക്കരുത്. ക്രെഡിബിൾ, വിശ്വാസയോഗ്യമായ, വിശ്വസനീയമായ, ഇതൊക്കെയാണ് അർത്ഥം. The story does not appear credible. The story does not appear credible. Appear എന്ന് പറഞ്ഞാൽ തോന്നുക, കാണുക എന്നൊക്കെയാണ് അർത്ഥം. കഥ വിശ്വസനീയമായി തോന്നുന്നില്ല. worthy, യോഗ്യൻ, അർഹതയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. He is worthy of our praise. He is worthy of our praise. Praise എന്ന് പറഞ്ഞാൽ പ്രശംസ, സ്തുതി, ഇതൊക്കെയാണ് അർത്ഥം. He is worthy of our praise. അവൻ നമ്മളുടെ പ്രശംസയ്ക്ക് യോഗ്യനാണ്. Imagine, imagine എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക, ചിന്തിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. I can't imagine my life without you. I can't imagine my life without you. നീ ഇല്ലാതെ എൻ്റെ ജീവിതം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയില്ല. ഡിറ്റക്ട്, ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. The dentist could detect no sign of decay in her teeth. The dentist could detect no sign of decay in her teeth. അവളുടെ പല്ലുകളിൽ ദ്രവിച്ചതിന്റെ ലക്ഷണമൊന്നും ഡെന്റിസ്റ്റിന് അല്ലെങ്കിൽ ദന്തരോഗ വിദഗ്ധന് കണ്ടെത്താനായില്ല. ഡിസ്ട്രോയ്, ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, തകർക്കുക, ഇതൊക്കെയാണ് അർത്ഥം. The bomb blast destroyed the village. The bomb blast destroyed the village. ബോംബ് സ്ഫോടനം ഗ്രാമത്തെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഗ്രാമത്തെ തകർത്തു. ഫ്രീക്വന്റ്ലി, ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ അടിക്കടി, ഇടയ്ക്കിടെ, ഇതൊക്കെയാണ് അർത്ഥം. The list is updated frequently. The list is updated frequently. ലിസ്റ്റ് ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതുക്കുക, പരിഷ്കരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കോൺട്രാസ്റ്റ്, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ താരതമ്യം, വ്യത്യാസം, ഇതാണ് അർത്ഥം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു കോൺട്രാസ്റ്റ് ദ ടു റൈറ്റേഴ്സ്. റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ. രണ്ട് എഴുത്തുകാരെയും താരതമ്യം ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ രസകരമാണ്. ചാലഞ്ച്, ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി. ഐ എം റെഡി ഫോർ എനി ചാലഞ്ച്. ഐ എം റെഡി ഫോർ എനി ചാലഞ്ച്. ഞാൻ ഏത് വെല്ലുവിളിക്കും തയ്യാറാണ്. ഓപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമുള്ള, ശുഭപ്രതീക്ഷയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഈസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി ഫ്യൂച്ചർ. ഹി ഈസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി ഫ്യൂച്ചർ. അവൻ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവനാണ്. ഓർഡിനറി, ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണമായ. ഇറ്റ് വാസ് എ വെരി ഓർഡിനറി ഡേ ടുഡേ. ഇറ്റ് വാസ് എ വെരി ഓർഡിനറി ഡേ ടുഡേ. ഇന്ന് വളരെ സാധാരണമായ ഒരു ദിവസമായിരുന്നു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ആൻ ഓർഡിനറി ഓഫീസ് വർക്കർ. ഐ ആം ആൻ ഓർഡിനറി ഓഫീസ് വർക്കർ. ഞാനൊരു സാധാരണ ഓഫീസ് ജീവനക്കാരനാണ്. ടെൻഡൻസി, ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പ്രവണത. He has a tendency to forget things. He has a tendency to forget things. അവന് കാര്യങ്ങൾ മറക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. സഫിഷ്യന്റ്, സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മതിയായ, പര്യാപ്തമായ, ഇതൊക്കെയാണ് അർത്ഥം. ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി? ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി? ഇത് മതിയായ അളവിൽ ലഭ്യമാണോ? അവൈലബിൾ എന്ന് വെച്ചാൽ ലഭ്യമായ എന്നാണ് അർത്ഥം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ്. ഇത് മതിയായ അളവിൽ ലഭ്യമാണോ? സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പര്യാപ്തമായ എന്നാണ് അർത്ഥമെങ്കിൽ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അപര്യാപ്തമായ എന്നാണ് അർത്ഥം. Their food is deficient in iron. അവരുടെ ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അപര്യാപ്തതയുണ്ട് അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുറവുണ്ട്. Ability, കഴിവ് എന്നാണ് അർത്ഥം. He has the ability to do the work. അവന് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. Probably, മിക്കവാറും, ഒരുപക്ഷേ, ഇതാണ് അർത്ഥം. She is probably in her early 40s. She is probably in her early 40s. അവൾ ഒരുപക്ഷെ 40കളുടെ തുടക്കത്തിലായിരിക്കാം. Seem,
സീം എന്ന് പറഞ്ഞാൽ തോന്നുക, കാണുക, ഇതൊക്കെയാണ് അർത്ഥം. ദിസ് ഐഡിയ സീംസ് ഇൻട്രസ്റ്റിംഗ്. ദിസ് ഐഡിയ സീംസ് ഇൻട്രസ്റ്റിംഗ്. ഈ ഐഡിയ അല്ലെങ്കിൽ ഈ ആശയം ഇൻട്രസ്റ്റിംഗ് ആയി, രസകരമായി തോന്നുന്നു.